Hi guys. So why students have fear of failure in this time? So most of the students 99%, it's not 99%, it's 100%. അതായത് ഏത് എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും ഉണ്ടാകുന്ന ഒന്നാണ് ഫിയർ ഓഫ് ഫെയിലിയർ എന്ന് പറയുന്നത്. സോ ഇൻ ദിസ് വീഡിയോ നമുക്ക് ഈ ഫിയർ ഓഫ് ഫെയിലിയർ എന്താണ്, അതെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, സോ നമുക്ക് ഫിയർ ഓഫ് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി നമുക്കെന്താ പറയുക, ഇറ്റ്സ് നോട്ട് എ ബാഡ് തിങ്. ഓക്കെ, സോ ഫിയർ ഓഫ് ഫെയിലിയർ, സോ യു ഓൾ അണ്ടർസ്റ്റാൻഡ് ഫസ്റ്റ് ദ ഫിയർ ഓഫ് ഫെയിലിയർ എന്ന് പറയുന്നത് ഒരു ബാഡ് തിങ് അല്ല. ഓക്കെ, ബട്ട് ഓവർ തിങ്ക് അബൌട്ട് ദിസ് ഫിയർ ഓഫ് ഫെയിലിയർ ഈസ് എ പ്രോബ്ലം. ഓക്കെ, ഈസ് എ പ്രോബ്ലം. സോ നമുക്കിപ്പം ഇത് ബാഡ് തിങ് അല്ല എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ നമ്മൾ എന്താ ചെയ്യാറ്, നമ്മൾ 7 to 8 ഹവേഴ്സാണ് നമ്മൾ പഠിക്കാനിരിക്കാറ്, നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഇരിക്കാറ്. ബട്ട് നമ്മൾ ഫോർ എക്സാം ടൈം നമ്മൾ ആ ഒരു എക്സാമിന് 1 month ഒക്കെ നമ്മൾ എത്രയാണ്, നമ്മൾ 12 ഹവേഴ്സൊക്കെ നമ്മൾ ഇരിക്കാറുണ്ട്, ഒരു 10 to 12 ഹവേഴ്സ് നമ്മൾ ഇരിക്കും. സോ വൈ നമുക്കൊരു ഫിയർ ഓഫ് ഫെയിലിയർ ഉള്ളത് കൊണ്ടാണ്, നമുക്കൊരു ഫിയർ നമുക്ക് ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കുറച്ച് കൂടുതൽ നമ്മൾ എഫോർട്ട് ഇടുന്നത്. ഓക്കെ, സോ ആക്ച്വലി ഈ ഒരു ഫിയർ എന്ന് പറയുന്നത് എന്താണ്, നമുക്കുള്ളിലൊരു ഫയറാണ് ആക്ച്വലി. ഓക്കെ, ഫിയർ എന്ന് പറയുന്നത്. സോ ബട്ട് സം സ്റ്റുഡൻസ് അതൊരു ഫയറാക്കി എടുക്കും, സം സ്റ്റുഡൻസ് അത് ആ ഒരു ഫിയറിൽ എന്ത് ചെയ്യുന്നു, അവർ ഓവർ തിങ്ക് ചെയ്യുന്നതാണ് അവരുടെ പ്രോബ്ലം എന്ന് പറയുന്നത്. സോ നമുക്കറിയാം ഫിയർ എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് എന്താണ്, വി ഓൾ ആർ ഹ്യൂമൻ ബീയിങ്സ്. സോ നമുക്ക് ഹ്യൂമൻസിനുണ്ടാകുന്ന ഒരു ഇമോഷനാണ് ആക്ച്വലി നമുക്ക് ഫിയർ എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ അൺഅവോയ്ഡബിൾ ഫാക്റ്റാണ്. സോ ബട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റും, ഇതിനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും എന്ന് പറയും. ഓക്കെ, സോ നമുക്ക് എങ്ങനെ ലേൺ ടു മാനേജ്, നമുക്ക് എന്ത് ചെയ്യാം, വാട്ട് വി ഡു എന്ന്, നമ്മൾ ഈ ഫിയർ ഓഫ് ഫെയിലിയർ എന്ന് നമ്മൾ മാനേജ് ചെയ്യുക. നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, സോ നമുക്കിത് മാനേജ് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഇസ് ഓൾ അബൌട്ട് ഫിയർ ഓഫ് ഫെയിലിയർ. നെക്സ്റ്റ് നമുക്ക് എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യാമെന്ന് നോക്കാം. സോ ഫസ്റ്റ് നമുക്ക് പ്ലാനിങ് ആണ്. സോ പ്ലാനിങ്, ഓക്കെ, സോ ഇഫ് യു ഹാവ് എ പ്ലാനിങ്, നമുക്കൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഇൻ യുവർ ഹാൻഡ്. ഓക്കെ, സോ നമ്മൾ ഇപ്പം ഫോർ ഗ്രൂപ്പ് ടു സ്റ്റുഡൻസ്, ഇഫ് യു ഹാവ് ഫിയർ ഇൻ ഓഡിറ്റിൽ നിങ്ങൾക്ക് പേടിയാണ്, നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പ്ലാൻ ഉണ്ടാക്കുക, ഒരു 5 days പ്ലാൻ ഉണ്ടാക്കുക. ദെൻ ആ ഒരു ഓഡിറ്റ് നിങ്ങൾക്ക് റിവൈസ് ചെയ്യണം, ഒരു 5 days പ്ലാൻ ഉണ്ടാക്കുക. That's the first thing about how to overcome the fear of failure എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു പ്ലാൻ ഉണ്ടാക്കുക. സോ ആ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ആക്ച്വലി നമുക്ക് പ്ലാൻ ഇല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു, സോ നമ്മളെ കയ്യിൽ നിന്ന് പോകും. ഓക്കെ, നമുക്ക് അത് എവിടെ എത്താത്ത രീതിയിലാവും. സോ പ്ലാൻ ഉണ്ടെങ്കിൽ, സോ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷെ എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ കൂടുതൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഓൾറെഡി നമുക്കൊരു പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലൊക്കെ നമുക്ക് ഒരു 80% നമ്മൾ പ്ലാൻ ചെയ്തതിന് ഒരു 80 to 90% നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് വൺ തിങ്. നെക്സ്റ്റ് നമുക്ക് നാറ്റോ. വട്ട് ഈസ് നാറ്റോ? Not attached to the outcomes or not attached to the results. So the people fearing about the results. Okay, so റിസൾട്ടിനെ കുറിച്ച് പേടിക്കുന്നു. സോ പാസ്സാകുമോ ഫെയിലാകുമോ എന്നുള്ള പേടി. ഈവൻ അവർ ക്വസ്റ്റ്യൻ പേപ്പർ പോലും അറ്റൻഡ് ചെയ്തിട്ടില്ല. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ പോലും കണ്ടിട്ടില്ല. ഓക്കെ, സോ എക്സാം പോലും അറ്റൻഡ് ചെയ്തിട്ടില്ല, എന്നാലും അവർക്ക് പേടിയാണ് ആക്ച്വലി. ഓക്കെ, അതുപോലെ തന്നെ വാട്ട് വി ഡു വെൻ അവർ സ്റ്റുഡൻസ് ആർ പാസ്ഡ്. നമ്മൾ കൂടുതൽ ആൾക്കാർ പാസ്സായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഫെയിലായി നമ്മൾ എന്ത് ചെയ്യും. ആക്ച്വലി യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് ഓൾ ആർ അൺകൺട്രോളബിൾ ഫാക്ടേഴ്സ്. ഇതൊന്നും നമ്മളെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല. ഓക്കെ, സോ വൈ യു ആർ വറി അബൌട്ട് ദിസ് അൺകൺട്രോളബിൾ ഫാക്ടേഴ്സ്. ഓക്കെ, സോ ജസ്റ്റ് ലീവ് ഇറ്റ്. ഓക്കെ, ജസ്റ്റ് ലീവ് ഇറ്റ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഈ നമുക്ക് റിസൾട്ടിനെ കുറിച്ചുള്ള പേടി, അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, അതുമായിട്ട് അതിനെക്കുറിച്ച് വറീഡാവുകയോ ചെയ്യരുത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മളെ എഫോർട്ട് എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങൾക്ക് റിസൾട്ട് ഫെയിലാകുന്നതാണ് നിങ്ങൾക്ക് പേടിയെങ്കിൽ, നിങ്ങൾക്ക് ആ ഫെയിലിനെ നിങ്ങളതിനെ പാസ്സാക്കി മാറ്റണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആ ഒരു എഫോർട്ട് ഇട്ടണം. ആ എഫോർട്ട് ഇട്ടാലേ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫെയിൽ നിന്ന് പാസ്സാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അതാണ് ഫെയിൽ ഈസ് ഓൾ ഡിപ്പെൻഡ് ഓൺ ദ റിസൾട്ട് ഈസ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ യുവർ എഫോർട്ട്. ഓക്കെ, ദാറ്റ് ഇസ് എ മെയിൻ തിങ്. സെക്കൻഡ് തിങ്. ഓക്കെ,
So the next one is believe in yourself. Believe in yourself. You have a strong mentality. Okay. So believe in yourself. You have done something. നിങ്ങൾ എന്തൊക്കെയോ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ 2 to 3 months നിങ്ങൾ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. സോ ദെൻ നിങ്ങൾ എന്ത് ചെയ്യാം, അത് പ്രോപ്പർലി റിവൈസ് ചെയ്യാം. റിവൈസ് വാട്ട് എവർ യു സ്റ്റഡി ടിൽ നൗ. സോ നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു ഇപ്പം നിങ്ങൾ 80 to 90% ആണ് നിങ്ങൾ പിന്നെ പ്രിപ്പയർ ചെയ്തെങ്കിൽ പ്രോപ്പർലി റിവൈസ് ചെയ്യുക. ഒരു 2 to 3 times നിങ്ങളത് റിവൈസ് ചെയ്യുക പ്രോപ്പർലി. സോ ദാറ്റ്സ് ഓൾ അബൌട്ട്, ഇതാണ് ബിലീവ് ഇൻ യുവർ സെൽഫ് എന്ന് പറയുന്നത്. ഓക്കെ. സോ ദ നെക്സ്റ്റ് തിങ്, ദ ഫിയർ ഈസ് ഓൾ ഹാവ്. എല്ലാവർക്കും ഉള്ളൊരു സാധനമാണ് ഈ ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇപ്പോൾ ഓൾ ഇന്ത്യ റാങ്ക് 1 കിട്ടിയ ആളാണെങ്കിലും എല്ലാവർക്കും ഉള്ളൊരു ആക്ച്വലി ഞാൻ പറയുന്നത് ഇറ്റ്സ് എ ഹ്യൂമൻ ഒരു ഇമോഷനാണ് ആക്ച്വലി. ഓക്കെ. സോ എല്ലാവർക്കും ഉള്ളതൊന്നാണ്. ബട്ട് നമ്മളെന്തായി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളതിനെ ഓവർകം ചെയ്യാൻ, നമ്മളതിനെ മാനേജ് ചെയ്യാൻ പഠിക്കണം. സോ ലേൺ ടു മാനേജ് ഓർ ഓവർകം ഇറ്റ്. സോ ദ നെക്സ്റ്റ് വൺ, നമ്മൾ ഓൾറെഡി നമുക്ക് CA ഫൈനലിൻ്റെ റിസൾട്ട് വന്നു. സോ ഓൾ ഇന്ത്യ റാങ്ക് 5 നമുക്ക്, സോ ഫോർ ആസ് നമ്മൾ മല്ലൂസിന് നമുക്ക് ആക്ച്വലി നമുക്കൊരു അഭിമാന നിമിഷമാണ്. സോ അമൃത ഹാരിസ്, സോ അവർ പുള്ളിക്കാരി ഓൾ ഇന്ത്യ റാങ്ക് 5 കിട്ടി. സോ ഫോർ മല്ലൂസ് ആക്ച്വലി ഇറ്റ്സ് പ്ലഷർ ടു അസ്. സോ നമുക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ് ആക്ച്വലി, നമുക്ക് ഭയങ്കര സന്തോഷമാണ് ആക്ച്വലി. നമുക്ക് ഇവിടുന്ന് ഒരു ഓൾ ഇന്ത്യ റാങ്ക്, നമുക്ക് ഫോർ മല്ലൂസിൽ നിന്ന് ഒരു ഓൾ ഇന്ത്യ റാങ്കിലും കിട്ടുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിയാണ് ആക്ച്വലി, നമുക്കൊരു പ്ലഷറാണ്. സോ കൺഗ്രാറ്റ്സ് ഹിയർ. ദ നെക്സ്റ്റ് നമുക്ക് ഇനിയും ഇതുപോലെയുള്ള ഓൾ ഇന്ത്യ റാങ്ക്സ് ഉണ്ടാവട്ടെ. സോ നമുക്കൊരു മോട്ടിവേഷൻ അവരൊക്കെയാണ്. ഓക്കെ. ദെൻ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യാം. സോ എന്താ കമൻറ്റ് വെച്ചാൽ, സോ ഡെഫിനറ്റ്ലി ഐ വിൽ പാസ് ദിസ് അറ്റംപ്റ്റ്, അല്ലെങ്കിൽ സോ ഐ വിൽ ബി എ CA ഫൈനലിസ്റ്റ് ഫോർ പിന്നെ ആഫ്റ്റർ ദിസ് അറ്റംപ്റ്റ്. ഓക്കെ. സോ you need this kind of confidence. Okay. So all the very best for your exam. Thank you.